കിടക്കും. അപ്പോൾ മുടി നമ്മൾ ആദ്യം നന്നായിട്ട് ചീവിയെടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ചീവിയിട്ട് മേലെ വരെ കൊണ്ടുവരിക. എന്നിട്ട് ആ ചടയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചീവി എടുക്കുക. അതിൻ്റെ മേലത്തെ ടിപ്പ് ഭാഗമാകുമ്പോഴത്തേക്കും നന്നായിട്ട് അവിടെയൊക്കെ ചട ഉണ്ടാവും, നന്നായിട്ട് അത് കളഞ്ഞ് ഫുൾ നല്ല വൃത്തിയായിട്ട് ചീവിയെടുക്കുക. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടിങ്ങനെ മേലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഡ്രയർ ആ മേലത്തെ ആ ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഡ്രയർ ഇപ്പം കാണുന്നത് പോലെ ചെയ്യാം. ഒരു 30 സെക്കൻഡോളം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് അതിങ്ങനെ മടക്കിയെടുക്കുക. അത് നോക്കിയോ, മടക്കി എടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഭാഗത്തായിട്ടും നമ്മൾ ഡ്രയർ വെച്ച് കൊടുക്കുക. 30 സെക്കൻഡ് തന്നെ കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ പെട്ടെന്നൊന്ന് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫാസ്റ്റാക്കി വിട്ടതാണ്. ഇനി അത് ആ മടക്കിയത് ഒന്നും കൂടെ മടക്കുക. അങ്ങനെ നമ്മൾ മടക്കി നമ്മൾ ഓരോ തവണ ഇങ്ങനെ ഡ്രയർ വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഡ്രയർ ഇങ്ങനെ ഒരു 30 സെക്കൻഡ് വെക്കണം. മടക്കാൻ പറ്റുന്ന അത്രയും മടക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കട്ട് അടിച്ചവർക്ക് ആ ലെയർ കറക്റ്റായിട്ട് അത് വിടുമ്പോൾ വരുള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെ മടക്കി വെച്ചതിൽ മേലെ കൂടെ നമ്മൾ ഡ്രയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് നന്നായിട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു പാർട്ടിക്ക് പോയി ഷൈൻ ചെയ്യാവുന്നുള്ളൂ. ഇനി നമ്മളത് ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഒന്നിങ്ങനെ ഇപ്പം വെച്ചിരിക്കുന്ന അതേ പൊസിഷനിൽ വെച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് വിടുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് നല്ല കൊലയായിട്ട് തന്നെ നല്ല ഭംഗിയായി കിടക്കും. കണ്ടില്ലേ, ഇതുപോലെ നല്ല സൂപ്പറായിട്ട് കിടക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ മുടി കളറിങ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളൊരു പാർട്ടി പോകുമ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ട് കുറേ സമയം കളയും, മുടിക്കും മേക്കപ്പിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാണെങ്കിലും മുടിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് സ്റ്റെപ്പ് കട്ട് അടിച്ചവർക്ക് ഇങ്ങനെ തട്ടായി കിടക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മുടി അഴിച്ചിടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതങ്ങനെ പകുതിക്ക് വെച്ച് ഇങ്ങനെ ക്ലിപ്പും ചെയ്യാം, അപ്പോഴും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.